അടിപൊളി സ്ഥലമാണ് അല്ലേ? തിരുവനന്തപുരത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണ് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയ ബുദ്ധിമുട്ട്. വലിയ ആലോചനയുണ്ട്, 1770 അടി ഉയരത്തിലാണ് ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരിയായിട്ട് പല ഐതിഹ്യങ്ങളും ഇവിടെ പഠിക്കാനുണ്ട്. മേലെ എങ്ങനെയുണ്ട് കാണാൻ? ഇങ്ങനെ മലൊക്കെ കയറാനുണ്ടെന്നുണ്ടെങ്കിൽ സമയം കണക്കൂട്ടരുത്, ധൃതി പിടിച്ചാണ്ട് ആരും ഇതിന് നിൽക്കരുത്. എങ്ങനെയുണ്ട് അവിടെ? സൂപ്പറാണ്. ഹൈ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കൊടികുത്തിമല പോവുകയാണ് കേട്ടോ. നമുക്ക് ആദ്യം കൊടികുത്തിമലയ്ക്ക് എങ്ങനെ പോവുക എന്നുള്ള റൂട്ട് നോക്കാം. അപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് കൊടികുത്തിമലയ്ക്ക്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ MES കോളേജിൻ്റെ ആ റൂട്ടിന് തന്നെ പോയിട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു റോഡ് കാണാം. അതിലാണ്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ പോകുന്ന റൂട്ടൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചെന്നാൽ കൊടികുത്തിമല പറഞ്ഞ ബോർഡ് കാണാം. അപ്പോൾ അതിൽ 7 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ 5 കിലോമീറ്ററാണ് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ ഇനി 7 കിലോമീറ്റർ പോകാനുണ്ട്. അവിടെ കൊടികുത്തിമല എങ്ങനെ പോവാ? കൊടികുത്തിമല ഇവിടുന്ന് ലെഫ്റ്റേക്ക് കുറേ പോകണ്ടോ? അതിലെ പോവല്ലേ? അങ്ങനെ എല്ലായിടത്തും നമ്മൾ വഴിയൊക്കെ ചോദിച്ചാണ് കേട്ടോ പോകുന്നത്. കാരണം ഗൂഗിൾ മാപ്പിനെ അത്ര കണ്ട് കണ്ടറിഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളോട് ചോദിച്ചാലേ കറക്റ്റായിട്ട് കാണുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കയറിയാൻ പാടെ തന്നെ ഇവിടെ ബ്ലോക്കാണ്. ഇവിടെ ബ്ലോക്ക് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ പെരുന്നാളായതുകൊണ്ട് തന്നെ ഉള്ളിയത്തിൻ്റെ ഇറച്ചി വെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്കാണ് കേട്ടോ നേരത്തെ കണ്ടത്. ഇവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല സീനിയറൊക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അവിടം വരെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോവാട്ടോ. അവിടെ ഈ കൊടികുത്തിമല പറഞ്ഞേ അങ്ങനെ നമ്മൾ മേലെ എത്തി. ഇനി ഇവിടുന്ന് നടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കാറായിട്ടൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് കാറുകൾക്ക് മാത്രമേ പാർക്ക് ചെയ്യേണ്ട സൗകര്യമുള്ളൂ. തിരിച്ച് പോകുമ്പോൾ തിരക്കായ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെയുള്ള കമാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. വെൽക്കം ടു കൊടികുത്തിമല. അപ്പോൾ ഇവിടെ കുറേ ബോർഡിൽ കുറേ നോട്ടീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. പിന്നെ അതേപോലെ 8 മണി മുതൽ 5 മണി വരെയാണ് കേട്ടോ ഇവിടേക്കുള്ള പ്രവേശനം. പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ക്യാഷ് സ്വീകരിക്കൂല. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്നെങ്കിൽ GPayയോ UPIയോ നമുക്ക് ഇവിടെ സ്കാൻ ചെയ്ത് നമുക്ക് ക്യാഷ് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഒരു വിഷയമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്യാഷ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ആ പൈസ തിരിച്ച് തരും കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്താണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് വരുന്നത് ഇവിടെ 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ക്യാഷായിരുന്നു കയ്യെ പിടിച്ചിരുന്നത്. അപ്പോൾ അക്കൗണ്ടിലാണെങ്കിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ മുമ്പോട്ട് പോകുന്നപ്പോൾ ഇവിടെ ആളുകൾ കൂടിക്കണം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കൊടികുത്തിമലൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. 1770 അടി ഉയരത്തിലാണ്, 129 ഏക്കർ വനഭൂമിയിലാണ് ഇത്
ഇവിടെ ഇതിൻ്റെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് നമുക്ക് കയറി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടാണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ കയറി പോവാം. അപ്പോൾ കയറി പോകുമ്പോൾ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇരിപ്പിടങ്ങളുണ്ട്, അതുകൊണ്ട് ആ പേടിയില്ല, എവിടെ പോയാലും ഇരിക്കാൻ പറ്റും. അപ്പോൾ പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ കയറി. ഞങ്ങളൊക്കെ എവിടുന്ന ഒരഭിപ്രായം പറഞ്ഞു കൂട്. ഇവിടെ അടുത്ത് തന്നെ എത്ര കയറാണ് ഇനി മേലക്ക്? ഒരു കിലോമീറ്റർ കണ്ട അടുത്തുണ്ടല്ലേ? ഞാൻ കൊണ്ടോട്ടി. ഇവിടെ എന്ന് പറഞ്ഞാല് ഏതാ നല്ല കാണാൻ തന്നെ നല്ല സീനിയർ കേട്ടോ. അവിടെ പ്രകൃതി രമണി എന്ന് പറഞ്ഞില്ലേ, അതന്നെ സംഭവം. രമണി ചേച്ചി ഇവിടെയാണുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം നമുക്ക് 1 കിലോമീറ്റർ മേലേക്ക് നടക്കാനുണ്ട് എന്നാണ് കേട്ടോ. ഏതായാലും നമുക്ക് നടന്ന് നോക്കാം. അപ്പോൾ ഫാമിലിയൊക്കെ അങ്ങനെ നടന്ന് അവിടേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബോർഡ് കണ്ടില്ലേ, 200 മീറ്റർ നമ്മൾ നടന്നിട്ടുള്ളൂ. ഇനിയും 1.25 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ വെറുതെ രസത്തിന് ചോദിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞത് 1 കിലോമീറ്റർ ആണ്, പക്ഷെ നമുക്ക് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് ഇനി നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചാണ് പോകുന്നത്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഓടി ചാടി നടക്കാനുള്ളൊരു സ്ഥലമാണ്. പിന്നെ പുറത്തൊരു കവാടമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു നല്ല കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ഏർമാടുണ്ട്, നമുക്ക് പുറത്തുള്ള മേലെന്നൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ ഒരു ഏർമാടം കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയാൻ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ നല്ല സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഈ ഏർമാടത്തിൽ നമുക്കൊന്ന് കയറി വെക്കാം. കുറച്ച് സ്റ്റെപ്പ് കയറണം കേട്ടോ. മോനെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ കാഴ്ച. നല്ല കാഴ്ചകൾ കാണാൻ, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫാമിലി കപ്പിൾസ് പോലെയൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലികൾ വരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഇതിൽ അപ്പോൾ അവരെ ഭാഷ ഹിന്ദി ആയതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം ടാറ്റയിൽ ഒതുക്കി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു. ഇനി നമുക്ക് തിരിച്ച് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയ ഉടനെ തന്നെ ഇവിടെ ഒരു തടാകം ഉണ്ട് കേട്ടോ. ഇവിടെ തടാകത്തിന് വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. നല്ല ക്ലിയർ വെള്ളം, അടിഭാഗം നല്ല ക്ലിയറിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതങ്ങനെ നടക്കാണ്ട്
അപ്പോൾ ഇവിടെ അമ്മിനിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തി മല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് 5 മുനികൾ കാട്ടിൽ തപസ്സിരുന്നതിനാൽ അഞ്ചുമനിക്കാട് എന്നും പിന്നീട് ഐമനിക്കാട് എന്നും പിന്നീടത് അമ്മിനിക്കാട് ആയി എന്നതുമാണ് ഐതിഹ്യം. അപ്പം നമുക്ക് അവിടേക്കാണ് കേട്ടോ എത്താനുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലെ പോരുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ വെയിലാണ്, പക്ഷേ ഏറ്റവും നല്ലതൊരു 4 മണിക്ക് ശേഷം വരുന്ന കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. പിന്നെ എന്ന് പറയാൻ കയറുമ്പോൾ കുപ്പിയിൽ വെള്ളം കരുതുക, പിന്നെ കിട്ടൽ അടിയിൽ നിന്ന് തന്നെ കരുതിയാൽ അത്രയും നല്ല. 360 ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടികുത്തി മല. അപ്പോൾ അതൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മളിപ്പോൾ 1 കിലോമീറ്റർ ആയി കയറ്റം കയറി തുടങ്ങിയിട്ട് 1 കിലോമീറ്ററും കൂടി പോകാനുണ്ട്. കുറച്ച് ചേക്കന്മാർ വരുന്നുണ്ട്. ഹായ്, നിങ്ങളൊക്കെ എവിടെ നിന്നായിരുന്നു? കുറേ അല്ല, നിങ്ങളെ സ്ഥലം എവിടെ? പാണ്ടിക്കാട്. ഇനി കുറേ നടക്കാനുണ്ടോ? കുറേ നടക്കണം. എത്ര ഉണ്ട്? 600. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തവരൊന്നും ഇങ്ങോട്ട് വരരുത് കേട്ടോ. നമ്മൾ നടന്ന് കയറുമ്പോൾ സൈഡിലൂടെ ഒക്കെ ചെറിയ ചെറിയ വഴികളൊക്കെ കാണാം. അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുക. അപ്പോൾ അങ്ങനെ കണ്ടൊരു കാഴ്ച കണ്ടത്, കാരണം അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് ഇവിടെ. എങ്ങോട്ട് കയറിപ്പോയാലും ഒന്നും നഷ്ടമാവില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ അടുത്തൊരു ഷൂട്ടിംഗ് ആണ്. പിന്നെ അപ്പോൾ നമുക്ക് തിരിച്ചു നടക്കാം. അപ്പം നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഓരോരുത്തരും ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞോ? നമ്മൾ ഏകദേശം തളർന്നു കേട്ടോ. അപ്പോൾ എത്താനായിട്ടുണ്ട്. എന്നാലും നമുക്ക് റെസ്റ്റ് എടുത്ത് പോവാം. ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോരുന്ന ഭാഗത്ത് ഇവിടെ അങ്ങനെ 2 ഗേറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനുള്ളതാണ് എങ്ങോട്ടാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം, കാരണം ഒന്ന് പഠിക്കാണ്ട്. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. ഇനി എത്ര ഉണ്ട് ദൂരടാ? കുറച്ചുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളെപ്പോൾ വന്നാ? 2 മണിക്ക് പോകുന്നു അല്ലേ? നാളെ എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറല്ലേ? ഓക്കെ. നിങ്ങളുടെ സ്ഥലം എവിടെ? സ്നേഹപൂരം അല്ലേ? ഓക്കെ. എന്താ പേര്? എവിടെ? പ്രസാദ്. ഓക്കെ. നമ്മൾ ഏകദേശം കുറച്ചൊക്കെ നടന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 400 മീറ്ററും കൂടി ഉള്ളൂ നമുക്ക് കയറാൻ. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒരു ട്രെക്കിംഗ് ഒക്കെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രെക്കിങ് യാത്ര നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഇങ്ങനെ മലയൊക്കെ കയറാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നാമത് സമയം കണക്കൂട്ടരുത്. ധൃതി പിടിച്ചാണ്ട് നമ്മളിപ്പോൾ ഒരു മല കയറാനും ഒരു ട്രെക്ക് ഇങ്ങനെ നടത്താനും നമ്മൾ ഒരിക്കലും ഇത് കാണിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കയറുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണെന്ന് തോന്നിയാൽ നമ്മൾ റെസ്റ്റ് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അപകടം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ തളർന്നു കഴിയും. അപ്പം നമ്മൾ എവിടെയാണ് നമുക്ക് സേഫ് അവിടെ നമ്മൾ റെസ്റ്റ് എടുക്കുക. അപ്പം നമ്മളിപ്പോൾ കയറി ഇനി നമുക്ക് ജസ്റ്റ് ഒരു 400 മീറ്ററും കൂടെ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് എടുത്ത് പിന്നെ കിതപ്പൊക്കെ മാറി അതിനുശേഷമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തളർന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മൾ താങ്ങിയെടുത്താണ്ട് അടിയിൽ എത്തിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ അറിയാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ഇവിടെ തളർന്ന് വീണു, പക്ഷേ ഹോസ്പിറ്റലൊന്നും എടുത്തുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, ആരോഗ്യം നോക്കിയിട്ട് മാത്രം കയറാം. പിന്നെ അറിയാൻ ധൃതി പിടിച്ചാണ്ട് ആരും ഇതിന് നിൽക്കരുത്. ധൃതി പിടിച്ച് നിന്നാൽ ഒന്നും ഒറ്റ കാണാനും കഴിയില്ല,
നമ്മളെ ആരോഗ്യം വെറുതെ ഇതാവും, നാശമായി പോവുകയും ചെയ്യും. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെക്കിങ് നടത്തുന്ന ഒരാളല്ലല്ലോ. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴൊക്കെ കാടേറാൻ അങ്ങനത്തേനൊക്കെ നിൽക്കുള്ളൂ. അപ്പം ഏറ്റവും നല്ലതെന്താ വെച്ചാൽ നമ്മളെ ആരോഗ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കുക. എങ്ങനെയുണ്ട് ഇവിടെ മേലെ? എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളി സ്ഥലമാണ് അല്ലേ? പിന്നെ നിങ്ങളിപ്പോൾ പോകുന്ന കുറച്ച് നേരമായി 2 മണി ആ നേരത്ത് പോകുന്നതായിരിക്കും അല്ലേ? ആ, നിങ്ങളവിടെ സ്ഥലം ഇവിടെ സ്നേഹപുരം അല്ലേ? ആ, അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്തി കേട്ടോ. അവർ പറഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ് ഇനി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഔട്ട് ഹൗസൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു സാറുണ്ട്. ഇതിവിടെ ഫോറസ്റ്റ് ക്യാമ്പിംഗ് സ്റ്റേഷനാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫോറസ്റ്റ് കഫ്തീരിയ ഉണ്ട്. അങ്ങനെ അവസാനം നമ്മളിതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോടെ നടന്ന് ഏതായാലും അവസാനം ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ വന്ന ക്ഷീണമൊക്കെ ഇത് കണ്ടപ്പോൾ മാറി. ഇപ്പോൾ ഇവിടെ കൊടികുത്തിമല എക്കോ ടൂറിസം നാച്ചുറൽ സ്റ്റഡി സെൻറ്റർ ഓപ്പൺ ഓഡിറ്റോറിയം എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഫുള്ള് കാട് മൂടിയാണ്. അപ്പോൾ നോക്കുക എന്താണ് സംഭവം എന്നുള്ള ചോദിച്ചതാ. അങ്ങനെ ഇവിടെ ഇപ്പോൾ 1.8 കിലോമീറ്റർ നമ്മളിപ്പോൾ കയറി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1770 അടി ഉയരത്തിലാണ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 1770 അടി ഉയരത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കൊടികുത്തിമല വാച്ച് ടവർ. അപ്പോൾ അങ്ങനെ നമ്മളും ഇവിടെ എത്തി. ഇനി നമുക്ക് വാച്ച് ടവറിൻ്റെ മേലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് 2 നിലകളിലായിട്ടാണ് കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും മേലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ ആർപ്പ് വിളി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കടത്തി വിടൂല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് കേട്ടോ 360 ഡിഗ്രിയിലുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റിലും ആളുകൾ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബൈനാക്കുലറിൽ കൂടെ വേനൽക്കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താനൊരു കടൽ തീരം കാണാമെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ദിവസം വന്ന് നോക്കണം കാണോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയുള്ള നമ്മളെ ഫ്രണ്ട്സിനോട് ഫാമിലിനോടൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടാ? അടിപൊളിയാണ്. അടിപൊളിയാണല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവിടെ വന്നിട്ടൊന്നും മനസ്സിലായില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ 360 ഡിഗ്രിയിൽ കാണുന്നൊരു സ്ഥലം. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ? വളാഞ്ചേരി. ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരുപാട് ഫാമിലികൾ കണ്ടിട്ടാ. അപ്പോൾ ഇവിടെ ആരുടെയെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചേക്കാം. നല്ലോണം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മൈക്ക് ചെറിയൊരു നോയ്സ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ അവിടെ ഈ സംഘം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊന്ന് ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്.
ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ മുകളിൽ എത്തുമ്പോഴാണ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് 1770 അടി ഉയരത്തിനടുത്ത് ഞങ്ങൾ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിന് ഉപരിയായിട്ട് പല ഐതിഹ്യങ്ങളും ഇവിടുന്ന് പഠിക്കാനും ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കടൽത്തീരം പോലും കാണാൻ പറ്റുന്ന സ്ഥലമാണ്. പൊന്നാനി തീരമാല വരെ ഇവിടുന്ന് കാണാനാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. വേനൽക്ക് കാണാം അല്ലേ? അത് ഏത് ഭാഗത്താ? ആ സൈഡിലാണ് അല്ലേ? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ കാർമേഘം വന്നാൽ ഒരു വല്ലാത്ത അനുഭവമാണ്. ഇവിടെ പിന്നെ നമ്മൾ കാണാൻ പറ്റും. കാണാതെ മൂടും അത്ര മഞ്ഞ് മൂടി അതിമനോഹരമായ സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ ഒന്നായിട്ടില്ലേ? ഒന്നും കാണാൻ കഴിയില്ല. കാണാതെ നമ്മളൊക്കെ ആ മഞ്ഞിന്റെ ഇടപെടും. പൊന്മുടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൊന്മുടി തിരിച്ചറിയില്ല അല്ലേ? ഇപ്പോൾ മയക്കാർ വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ വരുമോ ഈ സമയം? ഏത് നിമിഷം വരും. വരാൻ സാധ്യത മയക്കാർ വന്നാൽ ആ മയക്കാർ വരുമ്പോ ഓക്കെ ഓക്കെ. പിന്നെ ഒരു വ്യൂ ഉണ്ടാവില്ല. പിന്നെ താങ്ക് യു. ഞങ്ങള് തിരുവനന്തപുരത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പെരുന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരിക്കും. കയറാൻ ഏകദേശം 1.5 കിലോമീറ്ററോളം കയറാനുണ്ട്. കയറിയാൽ മുതലാവും. കയറാൻ കുറച്ച് പണിയുണ്ട്. അത്യാവശ്യം ആരോഗ്യമുള്ളവർ മാത്രം ശ്രമിക്കുക. ഓ എല്ലാവർക്കും വരാൻ പറ്റും. ഇടയ്ക്ക് ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടൊക്കെ കയറാം. കുറച്ച് നേരത്തെ ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഒരു 5 മണി വരെ എന്തോ ആണ് എൻട്രി ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചിട്ടില്ല. ഇവിടെ വല്ലപ്പോഴുള്ള 2 ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം ആണല്ലേ? നിങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ കയറിയിട്ട് എങ്ങനെ കഥപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ ബുദ്ധിമുട്ട് നല്ല അടിപൊളിയാണ്. നല്ല കാണാനുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഫാമിലിയൊക്കെ വരാം. ഇവിടുത്തെ ഇപ്പോൾ വാഹനസൗകര്യം ഇല്ലാന്നുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വയസ്സായ ആളുകൾക്കൊക്കെ കയറി വരാന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് സൗകര്യം ചെയ്യാൻ നമ്മുടെ ഉഷാറായിട്ട് പ്രായമുള്ള ആൾക്കാർ പോരാൻ ഒന്നും പറയാം. അടിപൊളി അടിപൊളി. ഞങ്ങള് വെള്ളച്ചാല് അരിക്കാട്. കണ്ടതാ മലിക്കുന്നൊക്കെ. അടിപൊളിയാണല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലേ? നമ്മള് വേറെത്താ പേര് അടിപൊളിയാണല്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് ഇങ്ങോട്ട് നടന്ന് കയറി. ഏകദേശം എന്ന് പറഞ്ഞാൽ 1.9, അതായത് 2 കിലോമീറ്ററിനായി. അപ്പോൾ അത് കയറി ഇവിടുത്തെ എല്ലാ വ്യൂസും നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറിയാൽ അതിനുള്ള മുതലുണ്ട്. പിന്നെ എന്ന് പറയാൻ ഇങ്ങോട്ട് കയറാനാകെ 40 രൂപ ടിക്കറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.